വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലീനോ സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത്, ഞാൻ രണ്ട് ദിവസം 1-2 ദിവസമായി ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഷോർട്സ് നമ്മൾ എപ്പോഴും അപ്ലോഡ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഇന്ന് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. മേക്കിംഗ് വീഡിയോ ഒന്നും അല്ല. ഞാൻ ആദ്യമേ പറയാം, മേക്കിംഗ് വീഡിയോ ഒന്നും അല്ല. മേക്കിംഗ് വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എന്ത് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. ഇനി വേറെ ഐഡിയ ഒന്നും തോന്നിയില്ല. 1-2 ഓർഡർ നമുക്ക് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോസ് പുറകാലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട്, നിങ്ങൾ ഷോർട്സ് കണ്ടിട്ടുണ്ടായിരിക്കും, ചിലർ കാണാത്തവരും ഉണ്ടായിരിക്കും, ആദ്യമായിട്ട് ആമസോണിൽ നിന്ന് ഞാനൊരു ഡ്രസ്സ് എനിക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തായിരുന്നു. അപ്പം എൻ്റെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കുറച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യമായിട്ടൊന്ന് ഓൺലൈനായിട്ടൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കിയതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം വണ്ണം ഉള്ളത് കൊണ്ട് ഞാൻ 4XL സൈസാട്ടോ. 4XL 3XL ആ ഒരു സൈസാണ് എനിക്ക്. ഈ വയറിൻ്റെ താഴെ അങ്ങോട്ടൊക്കെ നല്ല വണ്ണമുണ്ട്. അപ്പം ഇപ്പം നിങ്ങൾക്ക് ഫോട്ടോസിലും വീഡിയോസിലും നിങ്ങൾക്ക് അത്രയും തോന്നത്തില്ലെങ്കിലും അധികം ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വണ്ണമുണ്ട്. അപ്പം വണ്ണം ഇനി കുറയ്ക്കണമെന്നുണ്ട്. പതുക്കെ ഞാനിങ്ങനെ നമുക്ക് ഒട്ടനെ ഷടപടയിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും, അങ്ങനെ കുറയ്ക്കാൻ നല്ലതും അല്ലല്ലോ. അപ്പോൾ അതിങ്ങനെ കുറച്ച് പതുക്കെ കുറച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനിപ്പോൾ അമ്മയോട് എപ്പോഴും ചോദിക്കാറുണ്ട് എൻ്റെ വണ്ണം കുറഞ്ഞോ എന്നൊക്കെ. അപ്പം അമ്മയാണല്ലോ എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്, വീട്ടുകാരാണല്ലോ നമ്മളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അമ്മയോട് പറഞ്ഞു എൻ്റെ വണ്ണം കുറേശ്ശെയായിട്ട് കുറയുന്നുണ്ട്. അപ്പം കുറേശ്ശെയായിട്ട് കുറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് ചെറിയ രസി ഒരു മോട്ടിവേഷനായി. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫുഡ് പതുക്കെ കുറച്ചാണ് വരുന്നത്. എന്നിട്ട് ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കും. ഇപ്പം ആദ്യമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമൊക്കെ വരുമ്പോഴത്തേക്കും, ടെൻഷനൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങും. നമ്മുടെ ഈ പീരീഡ്സ് ടൈമിലൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് എനിക്ക് വിശക്കും. അപ്പം ഞാൻ കണ്ട സാധനങ്ങളെല്ലാം, ഫുഡ് ഐറ്റംസ് എല്ലാം അങ്ങ് വാരി വലിച്ച് കഴിക്കും. ഇപ്പം ഞാൻ അതൊക്കെ കുറച്ച് ക്രമേണ കുറച്ച് വരുന്നുണ്ട്. അത് ചിലരുടെ ഒരു രീതിയാണ്, എനിക്കറിയത്തില്ല എന്താണെന്നുള്ളത്. എനിക്ക് പണ്ടൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഏജിൻ്റെ ആ ഒരു ഡിഫറൻസ് ഒക്കെ ആയിരിക്കും. നമ്മളിങ്ങനെ പതുക്കെ പ്രായമായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതുകൊണ്ട് ചെറുതെങ്കിലും കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. എൻ്റെ ഒരു കാര്യം പറഞ്ഞതാണ്. പിന്നെ ഇപ്പം ഞാൻ ഫുഡ് ഇങ്ങനെ കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കാനാണ് നോക്കുന്നത്. അത് ചൂടുവെള്ളമൊന്നുമല്ല, ഇപ്പം നമുക്ക് ചൂടുവെള്ളം കുടിക്കാൻ പോലും പറ്റത്തില്ല. അതുപോലെ അകത്തും പുറത്തും എല്ലാം നമുക്ക് വെളിയിൽ പോലും. ഇപ്പം ഞാനിപ്പോൾ ഈ റൂമിൽ ഇരിക്കുവാന്ന് പറഞ്ഞു, സാധാരണ ഈ റൂമിൽ ഇരിക്കുമ്പോൾ അത്യാവശ്യം തണുപ്പുള്ളതായിരുന്നു. അപ്പോൾ ഭയങ്കര ചൂടാണ്. അതുകൊണ്ടാണ് ഫുൾ സ്പീഡിൽ ഞാൻ ഫാനൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് അതിന് മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങി വരുമ്പോഴത്തേക്കും മിക്കവാറും മേക്കപ്പ് എല്ലാം ഒലിച്ച് താഴെ ഇറങ്ങും. അതുകൊണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ തന്നെ അങ്ങ് വീഡിയോ ചെയ്യുകയാണ്. കാരണം ഭയങ്കര ചൂടാട്ടോ ഈ ഒരു ഏരിയയിലൊക്കെ. ഈ ഒരു ഇടയ്ക്ക് മഴ, 2-3 ദിവസം മുന്നേ ഒരു മഴ പെയ്തായിരുന്നു. ഭയങ്കര ഇടിവെട്ടി ഭയങ്കര ഒരു മഴയായിരുന്നു. ഞാനും അമ്മയാണെങ്കിൽ ഇവിടെ അപ്പുറത്തെ റൂമിൽ കിടക്കുമായിരുന്നു. കറക്റ്റ് ആ ഒരു ഫാനിൻ്റെ അവിടെ വന്ന് ഭയങ്കരമായിട്ട് ഇടിവെട്ടി. ഞാനമ്മ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയായിരുന്നു. അമ്മ ഭയങ്കരമായിട്ട് പേടിച്ചായിരുന്നു. അതിന് പറ്റിയില്ല, എന്തായാലും ഫാനിൻ്റെ കുഴപ്പമൊന്നും പറ്റിയില്ല. ഞങ്ങൾ രണ്ടുപേരും പേടിച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ ആമസോണിൽ നിന്ന് ആദ്യമായിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കേട്ടോ. അപ്പം എനിക്ക് വേണ്ടി ഒരു സെൽഫ് ലവ്, എനിക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചതാണ്. അപ്പം ഞാൻ ഈ കടകളിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ എനിക്കങ്ങനെ എൻ്റെ സൈസിന് പറ്റിയ ഡ്രസ്സുകളൊന്നും, ഇപ്പം മാക്സിൽ പോവുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ഇവിടെ അടൂര് പോയതായിരുന്നു. അത്യാവശ്യം കോട്ട് സെറ്റുകളും ടോപ്പുകളാണെങ്കിലും, പക്ഷേ എൻ്റെ സൈസിന് പറ്റിയതൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ കടകളിലൊന്നും അങ്ങനെ ഷോപ്പിങ്ങിലൊന്നും ഞാനിങ്ങനെ പോകാറില്ല. അപ്പം ഷോപ്പിങ്ങിന് ഞാൻ അധികം പോകാറൊന്നുമില്ല. അപ്പം മിക്ക കടകളിൽ ഞാൻ ചിലപ്പം സത്യം നമുക്ക് ഇഷ്ടപ്പെടാത്ത ഡ്രസ്സുമായിട്ടായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ ഓൺലൈനിലും ഞാൻ ജസ്റ്റ് ഇങ്ങനെ മീഷോയിൽ ചില സമയത്ത് ഇങ്ങോട്ട് ഡെലിവറി കാണിക്കത്തില്ല കേട്ടോ. അതെന്തോ അതെനിക്കും അറിയില്ല. ചില സമയത്ത് ഇങ്ങോട്ട് അവർ ഡെലിവറി ഒന്നും കാണിക്കത്തില്ല. പിന്നീട് ആമസോണിൽ പിന്നെ ആ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. ചില സാധനങ്ങൾ ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഇത് റിമോട്ട് ഏരിയ ആയതുകൊണ്ടായിരിക്കാം തോന്നുന്നു. കാരണം ഗ്രാമപ്രദേശങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു ഇവിടെ അങ്ങനെ ഡെലിവറി ഒന്നും ഇല്ലാത്തത് എനിക്ക് തോന്നുന്നു. അപ്പം ഡെലിവറി ഉള്ള സമയത്ത് ഞാനിങ്ങനെ ചെക്ക് ചെയ്തിട്ട് ബഡ്ജറ്റൊക്കെ നോക്കിയിട്ട് നമ്മൾ അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ വാങ്ങിക്കാറുണ്ട്. അപ്പം കിട്ടിയ പൈസയിൽ നിന്ന് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയിൽ നിന്ന് ഒരു ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം ഇന്നലെയാണ് സത്യം, ഏപ്രിൽ സമയത്ത് കണ്ട് ഓർഡർ ചെയ്തതാണ്. അപ്പം ഇന്നലെയാണ് മെയ് 1-ാം തീയതി ഇന്നലെയാണ് എനിക്കത് വന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഒന്നുമില്ല, കോട്ടൺ ബ്ലെൻഡ് ആയിട്ട് വരുന്നൊരു ഡ്രസ്സാണ്. അത്യാവശ്യം എനിക്ക് ആ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ സത്യം പറഞ്ഞ ഓർമ്മ വന്ന അത്തപ്പൂക്കളത്തിൻ്റെ ഒരു ഡ്രസ്സാട്ടോ. അപ്പം ഞാൻ ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് കുറച്ച് പേരൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. എൻ്റെ കൂട്ടത്തിലുള്ളവരൊക്കെ ഫ്രണ്ട്സ് ആയിട്ടുള്ള റിലേറ്റീവ്സ് ആയിട്ടുള്ളവരൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സ്. പക്ഷേ അത് ഉദ്ദേശിച്ച് ഞാൻ വാങ്ങിച്ചതല്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇല്ലാത്തൊരു കളറും പ്രിൻറ്റും ആട്ടോ ഇത്. ഞാൻ ഇങ്ങനത്തെ പ്രിൻ്റൊന്നും അത് യൂസ് ചെയ്തിട്ടില്ല. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് 4XL സൈസാണ്. 4XL സൈസാണ് ഇതിൻ്റെ. കോട്ടൻ്റെ ഉണ്ട്, 4XL സൈസാട്ടോ ഇത്. ഇങ്ങനെ വൈഡായിട്ടുള്ളൊരു ട്രയാങ്കിൾ പോലൊരു നെക്ക് പോലാണ്, ഒരു ഓപ്പൺ നെക്ക് പോലാണ് എനിക്ക് തോന്നുന്നത്. കോട്ടൺ എനിക്ക് ഡ്രസ്സിനെ കുറിച്ചൊന്നും അത്യാവശ്യം വലിയ ധാരണയൊന്നുമില്ല. ഞാനിങ്ങനെ വാങ്ങിച്ച് വരുന്നതേ ഉള്ളൂ.
ഞാൻ അധികം അങ്ങനെ ഡ്രസ്സൊന്നും അങ്ങനെ പർച്ചേസ് ചെയ്തില്ല. ഇപ്പം നമ്മൾ ഫിനാൻഷ്യലി കുറച്ചൊക്കെ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് മാത്രം വാങ്ങിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത്യാവശ്യം ഡ്രസ്സുകൾ മാത്രമേ ഞാനിങ്ങനെ വാങ്ങിക്കാറുള്ളൂ. അനാവശ്യമായിട്ട് ഞാനിങ്ങനെ പൈസ ഇങ്ങനെ ചിലവാക്കാറൊന്നുമില്ല. കൂടുതലും ഞാനിങ്ങനെ എൻ്റെ ചെറിയ ബിസിനസ് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ വളർത്തിയെടുക്കണം എന്നുള്ള ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ സാധനങ്ങൾ ഞാൻ മെറ്റീരിയൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ചിലവാക്കുന്നത്. പിന്നെ അത്യാവശ്യം നമുക്ക് എവിടെയെങ്കിലും പോകാനോ അങ്ങനെയൊക്കെ ഡ്രസ്സുകളൊക്കെ ഞാനിങ്ങനെ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ ഇതാണ് ആ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നീളമുള്ളവർക്ക് ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഞാൻ കുറച്ച് ഷോർട്ട് ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ഉള്ളത് കൊണ്ട് കാണുന്നവർക്ക് ചിലപ്പം വൃത്തിയോട് തോന്നുമായിരിക്കും. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത് മനസ്സിലാവത്തില്ല. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ കുറച്ച് ഹൈ ഹീൽസ് ഒക്കെ ഇടും. എനിക്ക് ഹൈ ഹീൽസും പറ്റത്തില്ല. അതെനിക്ക് കാലിൻ്റെ ഉപ്പൂറ്റിക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കും കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് എ സിയുടെ ഇപ്പം ഫാൻ ഇട്ടിരിക്കും മുകളിലത്തെ റൂമിലെ എ സി ആട്ടോ. അപ്പം എ സി ഞാൻ യൂസ് ചെയ്യാം. എനിക്ക് കാറിൻ്റെ എ സി എനിക്ക് പിടിക്കത്തില്ല. അല്ലാത്ത എ സി നമ്മൾ ശീലമായി കഴിഞ്ഞാൽ ചിലപ്പം കുഴപ്പമില്ലായിരിക്കും. എനിക്കത് ശീലമാകത്തോണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. എ സി കിട്ടുമ്പോഴത്തേക്കും എനിക്ക് അതിൻ്റെ ആ ഒരു അതിൽ നിന്ന് വരുന്ന ഒരു മണം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് വേദന എടുക്കും. പിന്നെ എനിക്ക് പിടിച്ചാൽ കിട്ടത്തില്ല, ഭയങ്കര തലവേദന എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എ സിയും പിന്നെ ചില പെർഫ്യൂംസും എനിക്ക് പിടിക്കത്തില്ല കേട്ടോ. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട്. പിന്നെ ഈ ലോങ് ട്രിപ്പ് ഒക്കെ പോവുകയാണെങ്കിൽ എവിടെ അങ്ങോട്ട് അപ്പുറത്തോട്ടൊന്ന് ഇറങ്ങുവാണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് കാറിലൊന്ന് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പോലും ബസ്സിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ഛർദ്ദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവോമിൻ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ടല്ലോ, ആ മെഡിസിൻ കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പം കാരണം നമുക്കിങ്ങനെ ഫോണൊക്കെ നോക്കുമ്പോഴത്തേക്കും തലവേദനയൊക്കെ എടുത്ത് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട് വരും. ആ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സേഫ് ആയിട്ടുള്ള ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് മെഡിസിൻ എടുക്കാറുണ്ട് കേട്ടോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതാണ് ആ ഒരു ഡ്രസ്സ്, പൂക്കളം ഡ്രസ്സ്. അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ എനിക്ക് കിട്ടിയ ഇൻകത്തിൽ നിന്നാണെങ്കിൽ അമ്മയ്ക്കും അച്ഛനും കഴിഞ്ഞ വർഷം ഞാൻ ഡ്രസ്സ് എടുത്ത് കൊടുത്തായിരുന്നു. അമ്മയ്ക്കൊരു സാരിയും അച്ഛനൊരു ഷർട്ടും എടുത്ത് കൊടുത്തായിരുന്നു. പിന്നെ ചേച്ചിക്ക് ഞാൻ ഇപ്രാവശ്യം എക്സ്പോയ്ക്ക് പോയപ്പോൾ ഒരു സാരിയും ഒരു ഡ്രസ്സും എടുത്ത് കൊടുത്തായിരുന്നു. കുഞ്ഞിനാണെങ്കിലും ഒരു കുഞ്ഞി ഷർട്ടിന് എടുത്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒട്ടും എൻ്റെ ലൈഫിൽ ഞാൻ പ്രതീക്ഷിച്ച പോലുമില്ല ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ പാൻറ് എന്ന് പറഞ്ഞേക്കുന്നത് ഒരു പലാസോ ടൈപ്പ് പാൻറ്റാട്ടോ. ഇത് ഇങ്ങനെയാണ് ആ ഒരു പാൻറ് വരുന്നത്. രണ്ടും ബോട്ടവും ടോപ്പും എല്ലാം സെയിം പ്രിന്റ് തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പ്യുവർ കോട്ടൺ അല്ലെന്ന് എനിക്ക് തോന്നുന്നു. കോട്ടൺ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള എന്തോ ഒരു സംഭവമാണെന്നാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഞാൻ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഇതിന് പോക്കറ്റ് ഉണ്ട് കേട്ടോ. ഒരു സൈഡിൽ ഇതിന് പോക്കറ്റ് ഉണ്ട്. അത് അമ്മ പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം ഞാൻ ഇട്ടായിരുന്നു. ഇട്ട് കഴിഞ്ഞപ്പോഴും പോക്കറ്റുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ അമ്മയാണെങ്കിൽ എനിക്ക് കൈ തപ്പി നോക്കുമ്പോൾ അമ്മയുടെ കൈ കയറും പോക്കറ്റ് എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ പ്രത്യേകിച്ച് അങ്ങനെ ഡാമേജും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. നല്ലൊരു ഡ്രസ്സായിരുന്നു. അപ്പം ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഡ്രസ്സ് വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ചെറിയൊരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ എനിക്ക് എൻ്റെ ഫോണോട് മാറ്റണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് എന്ത് നടക്കുമെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഇപ്പോഴത്തെ ഫോൺ യൂസ് ചെയ്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഫോൺ സ്റ്റോറേജ് ഇഷ്യൂസ് ഒക്കെ ഫോണിനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഫോണോട് മാറ്റാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ നമ്മളിങ്ങനെ പൈസ കൊടുത്തിട്ട് അങ്ങനെ എടുക്കുമല്ലോ ഫോൺ, അങ്ങനത്തെ അങ്ങനെ ഫോണൊന്നും എടുക്കത്തില്ല കേട്ടോ. വാങ്ങിക്കുവാണെങ്കിൽ റെഡി പൈസയ്ക്ക് കൊടുത്ത് അങ്ങനെയാണ് എടുക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൈസ അടയ്ക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അങ്ങനെയൊന്നും ഞാനിങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. വാങ്ങിക്കുവാണെങ്കിൽ നമ്മൾ കറക്റ്റ് പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഡ്രസ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാർമസിയുടെ അത് പക്ഷേ എനിക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആമസോൺ ഞാൻ ഇടയ്ക്ക് ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. അല്ലാതെ ബ്യൂട്ടി പ്രോഡക്ട്സ് ആയിട്ട് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് വാങ്ങിച്ചത് കാർമസിയുടെ എനിക്ക് ഫേഷ്യൽ കേസ് നല്ലപോലെ ഉണ്ട് കേട്ടോ. ഈ താടിയുടെ ഈ അടിയിലൊക്കെ ആയിട്ടാണെങ്കിൽ ഫേഷ്യൽ കേസ് നല്ലപോലെ ഉണ്ട്. അപ്പം കാർമസിയുടെ ഒരു ഫേഷ്യൽ ഹെയർ അത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ജെല്ല് വാങ്ങിക്കാൻ കിട്ടും. ഒരു അലോവേറ ജെല്ല് അവരുടെ തന്നെ ഉണ്ട്. അത് പക്ഷേ എനിക്കത് അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ കൂടെ ഒരു ജെല്ലൂടെ ഉണ്ടെന്നുള്ള കാര്യം. അപ്പം ആ ജെല്ല് തൂക്കാതെ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു സംഭവം മുഖത്ത് അപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ മൊത്തം വരഞ്ഞിരിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്തിട്ട് ആ ജെല്ലൂടെ നമ്മൾ ജസ്റ്റ് മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ജെല്ലൂടെ തൂത്തിട്ട് വേണം നമ്മൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഫേഷ്യൽ കേസ് എവിടെയാണെന്ന് വെച്ചാൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ അതിൻ്റെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ കുറേ പൊട്ടത്തരങ്ങളൊക്കെ ഈ ഇടയ്ക്ക് നടന്നായിരുന്നു. എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഒക്കെ നമ്മളിങ്ങനെ യൂസ് ചെയ്യാത്ത. ഞാൻ അധികം ബ്യൂട്ടി പ്രോഡക്ട്സിന് വേണ്ടിയിട്ടൊന്നും പൈസ ഒന്നും അങ്ങനെ കളയാറൊന്നുമില്ല. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ചിലപ്പം കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കും. അപ്പം എനിക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഞാൻ ഗിഫ്റ്റ് ചെയ്തൊരു ഡ്രസ്സാണ് നിങ്ങളെ കാണിച്ചത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചുമ്മാ ഒരു വർത്തമാനം വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ എനിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള ഡ്രസ്സാട്ടോ. ഇത് കുറേ പേര് വാങ്ങിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ചുമ്മാ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ്. അപ്പോൾ സൈസും കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു സ്മോൾ തൊട്ട് ഇപ്പോൾ 4XL അവൈലബിൾ അല്ലെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പം നോക്കിയപ്പോൾ 4XL സൈസ് അവൈലബിൾ അല്ല, 3XL വരെ ഉള്ളതാണുള്ളത്. അപ്പം ആർക്കെങ്കിലും വേണമെങ്കിലൊക്കെ ചെക്കൗട്ട് ചെയ്ത് വാങ്ങിക്കാമല്ലോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലായിടത്തും ഭയങ്കര ചൂടാണ്, ഉഷ്ണതരംഗമൊക്കെ ആണെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്താണെന്നൊന്നും അറിയത്തില്ല, നല്ല ചൂടാണ്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഴയും പെയ്യാറുണ്ട്.
സത്യം പറഞ്ഞാൽ എൻ്റെ വർക്ക് ഭയങ്കരമായിട്ട് ലാഗ് ആവുന്നുണ്ട്. നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഭയങ്കരമായിട്ട് ക്ഷീണമാണ്. അത് ക്ഷീണമെന്നല്ല, രാത്രിയിൽ നമ്മൾ എത്ര കിടന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കമൊന്നും വരത്തില്ല. എന്നാ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതും പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നുണ്ടോ അതും പറ്റുന്നില്ല. ഞാനും അമ്മയൊക്കെ ആണെങ്കിൽ റൂം മാറി ഇങ്ങനെ ഓടി നടന്നാണ് ഉറങ്ങുന്നത് സത്യം പറഞ്ഞാൽ. അതുപോലെ ഭയങ്കര ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഈ ഒരു ചൂട്. ഇനിയും വരും ദിവസങ്ങളിൽ കൂടുവോ കുറയോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. എന്തായാലും എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഞാനിവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ ഇത്. എനിക്കല്ലാതെ വേറെ വീഡിയോസ് ഒന്നും തന്നെ ഇപ്പോൾ എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഒന്നാമത് ഭയങ്കര ചൂടാണ്, അതാണ് മെയിൻ ഒരു പ്രശ്നം. ഇപ്പം തന്നെ ഞാൻ ഒഴുകി മൊത്തം കണ്ടേ എല്ലാം, എൻ്റെ ഇവിടെ എല്ലാം അങ്ങ് മൊത്തം വേർപ്പാണിപ്പോൾ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുപിട്ടാം ഡിയേഴ്സ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, നന്നായിട്ടിരിക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുപിട്ടാം ഡിയേഴ്സ്. ബൈ, ടാറ്റാ.